ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. മോഡൽ എക്സാം വീണ്ടും 25-ാം തീയതിയിൽ നിന്നും 26-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 തവണയായിട്ട് ഇങ്ങനെ ചേഞ്ച് സംഭവിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൂടുതൽ പഠിക്കാൻ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. മോഡൽ എക്സാം സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം. കാരണം പബ്ലിക് എക്സാമിലേക്ക് ലീവ് നോക്കുമ്പോൾ നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ പഠിച്ച് തീർക്കാൻ. അപ്പോൾ +1 ആയിരുന്ന സമയത്ത് നമുക്ക് 17 ചാപ്റ്ററാണ് ഇവിടെ പഠിക്കാനുള്ളത്. 17 ചാപ്റ്ററിനും സ്റ്റാറ്റിസ്റ്റിക്സിലാണ് മെയിൻലി പ്രോബ്ലം ഏരിയാസ് വരുന്നത് അല്ലേ. അപ്പോൾ മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ എല്ലാ പ്രോബ്ലംസും, ഓരോ ചാപ്റ്ററിന് എന്തൊക്കെ പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമുക്ക് സൂപ്പർ 30 ഒക്കെ ഉണ്ട്. അപ്പോൾ സൂപ്പർ 30യിലേക്ക് എല്ലാ മക്കളും വരണം, അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ പ്രോബ്ലം വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആണ്. വലിയ പ്രോബ്ലം ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് ഇൻക്ലൂസീവ് ഡേറ്റേനെ എക്സ്ക്ലൂസീവ് ആക്കുക. നമുക്കറിയാം ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും നമ്മൾ ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ 10 എന്നൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ടാലി മാർക്ക് നമ്മൾ എവിടെ ഇടുക? ഈ ക്ലാസ്സിൽ തന്നെ ഇടുക. അതായത് ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ്സിൽ പഠിച്ചത്. അതേപോലെ ഇവിടെ കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കണമെങ്കിൽ നമുക്കറിയാം എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റാണ് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഒരു ക്ലാസ് കിട്ടിയാൽ അത് എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്ന് അറിയാൻ നിങ്ങൾ ആദ്യമേ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നമുക്കിവിടെ മനസ്സിലായി ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്, ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 10 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 11 - 10 1. ഈ കിട്ടിയ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/2 എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയ ആൻസറിനെ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും മൈനസ് ചെയ്യുക, എല്ലാ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ലോവർ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് 0നെ ഒന്നും നമ്മൾ ചെയ്യണ്ട. 0നെ നമ്മൾ 0 ആയിട്ട് എഴുതി വെച്ചാൽ മതിയടാ. അപ്പോൾ 0 അതേപോലെ എഴുതി 10ൻ്റെ കൂടെ ആഡ് ചെയ്യല്ലേ, അപ്പർ ലിമിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ 10 + 0.5 10.5, 11ൽ നിന്ന് മൈനസ് ചെയ്യുക 10.5, 20നോട് ആഡ് ചെയ്യുക 0.5 20.5. മക്കളെ ഈ 0.5 ആണ് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത്. 21 മൈനസ് ചെയ്യുമ്പോൾ 20.5, 30 ആഡ് ചെയ്യുമ്പോൾ 30.5, 31 മൈനസ് ചെയ്യുമ്പോൾ 30.5, 40 ആഡ് ചെയ്യുമ്പോൾ 40.5. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആണ്, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. അടുത്തത് നമുക്ക് വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഇവിടെയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന കണ്ടിന്യൂസ് സീരീസിൽ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ് ഫ്രം ദ ഗിവൺ ഡേറ്റ. തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും സമാന്തരമാധ്യം, മാധ്യകം, ബഹുലകം എന്നിവ കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മീൻ കണ്ടുപിടിക്കാനാണ്. മീനിൻ്റെ ഇക്വേഷൻ എന്താ? സിഗ്മ FM/n. അപ്പോൾ നമുക്ക് അറിയാത്ത 2 ആൾക്കാരുണ്ട്, FM. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഉണ്ട്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് ആണ്. ഒരു ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇപ്പോൾ 10 to 20യുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 10 + 20 ÷ 2, അതായത് 30/2. ദാറ്റ് ഗീവ്സ് us 15. അല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ 10നും 20നും നടുവിലുള്ള നമ്പർ 15 ആണ്, 20നും 30നും നടുവിലുള്ള നമ്പർ 25 ആണ്. അങ്ങനെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? എല്ലാ മിഡ് പോയിന്റും മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റ് എടുത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റർ ആണ്. കാൽക്കുലേറ്റർ എടുക്കാം. ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് FM കണ്ടുപിടിക്കുക. FM ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, മിസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ F × M ആണ് FM എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താണ്? F × M ആണ്. അപ്പോൾ ഈ 3 × 15 45, 4 × 25 100, 10 × 35 350, 20 × 45 900, 12 × 55 660, 11 × 65 715. ഇനി എന്തെടുക്കുക? സിഗ്മ എടുക്കുക. സിഗ്മ FM എന്ന് പറഞ്ഞാൽ FM-ൻ്റെ ടോട്ടൽ 45 + 100 + 350 + 900 + 660 + 715.
2770 എന്ന് കിട്ടും നമുക്ക് ആൻസർ. ഇനി നമുക്ക് n വേണം. എന്താ മക്കളെ n എന്ന് പറയുന്നത്? ഫ്രീക്വൻസിയുടെ ടോട്ടലാടാ. ഫ്രീക്വൻസി 3, 4, 10, 20, 12, 11 എന്താ കിട്ടും? 3, 4, 7, 7, 10, 17, 17, 10, 27, 10, 37, 37, 10, 47, 2, 49, 49, 10, 59, 60. അപ്പൊ 60. അപ്പൊ 60 0 വെട്ടിപ്പോയി. 277 ഡിവൈഡ് ബൈ 6 46.16 എന്ന് കിട്ടും നമുക്ക്. എന്ത്? മീൻ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. സിഗ്മ FM ബൈ N എന്ന ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്? FM-ന്റെ ടോട്ടൽ എടുക്കുക. അതാണ് സിഗ്മ FM എന്ന് പറയുന്നത്. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. M എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. F ഇൻറ്റു M കണ്ടുപിടിക്കുക, അതിൻ്റെ ടോട്ടൽ എടുക്കുക, ഡിവൈഡഡ് ബൈ N. N എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് മീഡിയൻ ആണ്. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം മീഡിയൻ നടുവിലത്തെ വാല്യൂ അല്ലേ, മിഡിൽ വാല്യൂ അല്ലേ, ഒരു പൊസിഷണൽ ആവറേജ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ n/2 ഐറ്റം കണ്ടുപിടിക്കണം. അപ്പം മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മക്കൾ ആദ്യമേ ഒരു കോളം വരച്ച് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കുക. രണ്ടാമത് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെച്ചോ. അങ്ങനെ മിസ്സോടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 3 അതേപോലെ എഴുതി, 3 4 ആഡ് ചെയ്ത് 7, 7 10 ആഡ് ചെയ്ത് 17, 17 20 ആഡ് ചെയ്ത് 37, 37 12 49, 49 11 ആഡ് ചെയ്തു 60. അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം n 60 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് n 60 ആണ്. ഇപ്പൊ 60/2 എത്ര കിട്ടും നമുക്ക്? 30. അപ്പൊ 30 ആണ് ആൻസർ അല്ല, 30th ഐറ്റം ആണ്. 30th ഐറ്റം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസിയിലാണോ? അല്ല, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. അപ്പൊ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 30 ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 17 അടങ്ങില്ല, നമുക്കറിയാം. 40 to 50 20 37 അടങ്ങുള്ളൂ അല്ലേ. സിമ്പിൾ ലോജിക്കാണ്. 30 എന്ന് പറഞ്ഞ നമ്പർ ഒരിക്കലും 37 അടങ്ങില്ല. അത് 17 അടങ്ങില്ല, 37 അടങ്ങുള്ളൂ. അപ്പൊ അതിന് നേരെയുള്ള ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ്. കിട്ടിയല്ലോ. മീഡിയൻ ക്ലാസ് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോക്സിലാക്കി. L+n/2 - CF ഡിവൈഡ് ബൈ F ഇൻറ്റു H. L എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ലൊക്കേറ്റ് ചെയ്ത ക്ലാസ് 40 അല്ലേ, അപ്പോൾ 40 ആണ് ലോവർ ലിമിറ്റ്. പ്ലസ് n/2 നമ്മൾ കണ്ടുപിടിച്ചു 30. മൈനസ് CF എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 37 ആണ്. അല്ല മക്കളെ, നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ മുകളിലുള്ള ഫ്രീക്വൻസി ആണ്, അതായത് 17 ആണ്. ഡിവൈഡ് ബൈ F ആ ക്ലാസിന്റെ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് 20 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ H ക്ലാസ് ഇൻ്റർവൽ ആണ്. ചില ആൾക്കാർ I എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് H എന്ന് പറഞ്ഞാലും I എന്ന് പറഞ്ഞാലും ക്ലാസ് ഇൻ്റർവൽ ആണ്. എങ്ങനെയാണ് ക്ലാസ് ഇൻ്റർവൽ കണ്ടുപിടിക്കുക? 10നും 20നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 - 10 എത്ര കിട്ടും? 10. അപ്പം ഇത് ആദ്യം ചെയ്യണം. ഒരിക്കലും 40 കൂടെ 30 ആഡ് ചെയ്ത് അതിനെ 17 മൈനസ് ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്ത് ചെയ്യരുത്. ആദ്യമേ ഈ ബ്രാക്കറ്റിലിട്ട മിസ് ആദ്യമേ നമ്മളത് ചെയ്യണം. 30 - 17 നമുക്ക് ചെയ്യാം 13 ഡിവൈഡഡ് ബൈ 20 നമുക്ക് ചെയ്യാം 0.65. 0.65 ഇൻറ്റു 10 6.5. 40 + 6.5 46.5 എന്ന് കിട്ടും നമുക്ക് മീഡിയൻ. 46.5 ആണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഇനി മോഡിന് നമുക്ക് വേറെ ആൾക്കാരൊന്നും ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റിനകത്തുള്ള സാധനങ്ങൾ മാത്രം മതി, ക്ലാസ്സും ഫ്രീക്വൻസിയും. ഇനി ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ മക്കളെ? 20. അതിന് നേരെ ഞാനൊരു മാർക്ക് ഇട്ട് കൊടുത്തു. ഇതാണ് എൻ്റെ മോഡൽ ക്ലാസ്. ഇനി ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ആ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 40. D1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തില്ലേ, വലിയ ഹയസ്റ്റ് ഫ്രീക്വൻസി ലൊക്കേറ്റ് ചെയ്തില്ലേ, ആ ഫ്രീക്വൻസി മുകളിലുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് 20 - 10 ഡിവൈഡഡ് ബൈ വീണ്ടും D1 അതും 10 പ്ലസ് പിന്നെ 20യും 12ഉം, അതായത് 20ക്ക് താഴെയുള്ള ഫ്രീക്വൻസി എന്നുള്ള ഡിഫറൻസ് ആണ് D2. മിസ് ഇവിടെ എഴുതാം, ഇത് D2 ഇത് D1. മുകളിലേക്ക് D1 താഴേക്ക് D2. അപ്പം 20 - 10 10 -2 8 പ്ലസ് ആണ്. ഇൻറ്റു H നമുക്കറിയാം ക്ലാസ് ഇൻ്റർവൽ ആണ്. ഇനി ഈ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യാം. 10 ഡിവൈഡഡ് ബൈ 10 + 8 18. 0.55. 0.55 ഇൻറ്റു 10 5.5. 40 + 5.5 45.5 എന്ന് കിട്ടും. എന്ത്? മോഡ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ് മോഡ് കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പം ഓരോന്നിൻ്റെയും ഇക്വേഷൻ അറിഞ്ഞു വെച്ചേക്കാം. സിഗ്മ FM ബൈ N ആണ് മീനിൻ്റെ ഇക്വേഷൻ. L+n/2 - CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H ആണ് മീഡിയൻ്റെ ഇക്വേഷൻ. അത് നമുക്ക് n/2 കണ്ടുപിടിക്കണം, അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവശ്യമാണ്. ഇനി മോഡിൻ്റെ ഇക്വേഷൻ L+D1 ഡിവൈഡഡ് ബൈ D1 + D2 ഇൻറ്റു H ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മെഷേഴ്സിൽ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പോകുന്നത് കോറിലേഷൻ, സഹബന്ധം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ്. സഹബന്ധത്തിൽ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്.
ഒന്നെങ്കിൽ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. എങ്കിൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ദ റാങ്ക്സ് ഗിവൺ ബൈ 2 judges to the 6 പാർട്ടിസിപ്പൻസ് ഓഫ് ദ കുച്ചിപ്പുടി കോമ്പറ്റീഷൻ ഇൻ സബ് ഡിസ്ട്രിക്ട് സ്കൂൾ കലോത്സവം 2012 ആണ്. അതായത് 2012 ഒരു ഉപജില്ലാ കലോത്സവം നടക്കുകയാണ്. കുച്ചിപ്പുടി മത്സരത്തിന് ഒരുപാട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിന് ജഡ്ജസ് കൊടുത്ത റാങ്ക് ആണ് തന്നിരിക്കുന്നത്. റാങ്ക് എന്ന് കേട്ടാലേ ഓടിപ്പോവാ എങ്ങോട്ട്? റാങ്ക് കോറിലേഷനിലേക്ക്. അപ്പോൾ ഫൈൻഡ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ദ 2 ജഡ്ജ്മെന്റ്സ്. അപ്പം ജഡ്ജ് 1 തന്ന റാങ്ക് തന്നിട്ടുണ്ട്, ജഡ്ജ് 2 തന്ന റാങ്ക് തന്നിട്ടുണ്ട്. അത് മിസ് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. R1 R2 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം R1 നമ്മൾ ജഡ്ജ് 1 2 1 3 5 6 4 എഴുതി. മറ്റേതിൽ രണ്ടാമത്തെ ജഡ്ജ് തന്ന റാങ്ക് എഴുതിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ എന്താ? 1 - 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ 1 2 3 4 5 6 ആണ് n. അപ്പം n ഈസ് ഈക്വൽ ടു 6 എന്ന് ഓൾറെഡി ഞാൻ എഴുതി വെച്ചു. ഇനി നമുക്ക് 6 ഓൾറെഡി ക്വസ്റ്റിനകത്ത് ഉണ്ട്, വേണ്ടതാണ് ഈ 6 ഉണ്ട്. അതേപോലെ സിഗ്മ നമുക്കറിയാം d സ്ക്വയറിന്റെ ടോട്ടൽ ആണ്. ഇനി നമുക്ക് വേണ്ടത് d സ്ക്വയർ ആണ്. d സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ആണ് d. ഓരോ റാങ്കിൻ്റെയും ഡിഫറൻസ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 2 - 1 1, 1 - 2 -1, 3 - 4 -1, 5 - 5 0, 6 - 6 0, 4 - 3 1. അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഓരോ റാങ്കും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡി സ്ക്വയർ എന്താ? ഈ ഡിയുടെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ 1, -1ന്റെ സ്ക്വയറും 1, -1 × -1 അത് പോസിറ്റീവ് 1 ആവും. വീണ്ടും -1ന്റെ സ്ക്വയർ 1 0 0 1. ഇനി ആഡ് ചെയ്തോ 1 2 3 4. അപ്പോൾ സിഗ്മ d സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 4 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 - 6 സിഗ്മ d സ്ക്വയർ 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഇനി 6ന്റെ ക്യൂബ് 6 × 6 × 6 എത്ര കിട്ടും? 216 -6 അല്ലെ? n ക്യൂബ് -n. ഇനി ഇത് ഇങ്ങോട്ടിട്ട് കൊടുക്കരുത്, തെറ്റാണ്. 1ന് ഡിവിഷൻ ബാധകമല്ല, ഇതിന് മാത്രമേ ഡിവിഷൻ. അപ്പം 1 - 24 ഡിവൈഡഡ് ബൈ 210. 24 ഡിവൈഡഡ് ബൈ 210 എന്ന് പറയുന്നത് 0.11 ആണ്. 1 - 0.11 അല്ല 11 0.89 എന്ന് കിട്ടും ആൻസർ. അപ്പൊ 0.89 ആണ്. ഇത് എന്ത് കോറിലേഷൻ ആണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. എന്ത് കോറിലേഷൻ ആണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. നമ്മൾ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല അല്ലേ? ഭയങ്കര സിമ്പിളാണ്. നമുക്ക് റാങ്ക് തന്നിട്ടുണ്ട്, ആ റാങ്ക് എടുത്ത് എഴുതി. ഡി വേണം. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. ഡി ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഡി സ്ക്വയർ, ഡിയുടെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. ഡി സ്ക്വയറിന്റെ ടോട്ടൽ എടുത്തു 1 2 3 4 ആണ്. ഇനി അതിനുശേഷം ഇക്വേഷൻ ഇട്ട് കൊടുത്തു. 1 - 6 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n. 6 × ഡി സ്ക്വയർ 4. ഇനി 6 × 6 × 6 ആണ് n ക്യൂബ്. എത്ര കിട്ടി? 216. 216 നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? 6 മൈനസ് ചെയ്യണം. കിട്ടും നമുക്ക് 210. 24 ഡിവൈഡ് ബൈ 210 0.11 എന്ന് കിട്ടും. ഇനി 1 - 0.11 0.89 എന്ന് കിട്ടും ആൻസർ. മൈനസ് അല്ലാത്തത് കൊണ്ട് ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ് അല്ലേ? അടുത്തത് കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ്. കുറേ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ സിമ്പിൾ എന്ന് തോന്നിയ ഇക്വേഷൻ ആണ് മിസ് ഇവിടെ കാണിക്കുന്നത്. എക്സും വൈയും തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാൾ പിയേഴ്സന്റെ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. n സിഗ്മ xy മൈനസ് സിഗ്മ x × സിഗ്മ y ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഉണ്ട്. ഒരു റൂട്ടിൽ n സിഗ്മ x സ്ക്വയർ മൈനസ് സിഗ്മ x ദി ഹോൾ സ്ക്വയർ ഇൻറ്റു n സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ y ദി ഹോൾ സ്ക്വയർ. 2 തവണ നിങ്ങളൊന്ന് കാണാതെ പഠിച്ച് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റൂ കേട്ടോ. കാരണം അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി നിങ്ങൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ x × y വേണം. എക്സിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ്, അത് വേണം. വൈയുടെ ടോട്ടൽ വേണം. x × വൈയുടെ ടോട്ടൽ വേണം. n നമുക്കറിയാം നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇനി എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ വേണം. ഇനി അതേപോലെ എക്സ്, അതായത് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ആണ്, അത് കുഴപ്പമില്ല. വൈ സ്ക്വയറിൻ്റെ ടോട്ടലും വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ആ കണ്ടുപിടിക്കാനുള്ളത് മിസ് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സിഗ്മ എക്സ് വൈ. അപ്പോൾ നമുക്ക് ആദ്യമേ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ. എക്സിൻ്റെ സ്ക്വയർ 5 × 5 25, 10 × 10 100. അങ്ങനെ ഓരോന്നിൻ്റെയും എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോന്നിൻ്റെ എക്സ് സ്ക്വയർ കണ്ടോ. 15ന്റെ സ്ക്വയർ 225, 20യുടെ സ്ക്വയർ 400, 25ന്റെ സ്ക്വയർ 625, 30യുടെ സ്ക്വയർ 900, 35ന്റെ സ്ക്വയർ 1225. അങ്ങനെ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിന് വേണ്ടത് വൈ സ്ക്വയർ ആണ്. വൈൻ്റെ സ്ക്വയർ 10ന്റെ സ്ക്വയർ 100, 15ന്റെ സ്ക്വയർ 225, 30 900, 40യുടെ സ്ക്വയർ 1600. അങ്ങനെ ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി
ഇനി എക്സ് ഇൻറ്റു വൈ ആണ് മക്കളെ, എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് ഇൻറ്റു വൈ 5 × 10 50, 10 × 15 150, 15 × 30 450, 20 × 40 800, 25 × 45 1125, 30 × 600 1800, 35 × 70 2450. ഇങ്ങനെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. എല്ലാ കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. ദേ എക്സിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് 140 കിട്ടി, വൈയുടെ ടോട്ടൽ സിഗ്മ വൈ 270 കിട്ടും, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 3500 കിട്ടും നമുക്ക്. വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ കുറച്ച് വലുതാണ്, 13350 കിട്ടുക. ഇനി എക്സ് വൈൻ്റെ ടോട്ടൽ കിട്ടി 6825. ഇനി ഇത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നെന്ന് പറയുന്നത് എത്രയുണ്ട് നമുക്ക്, 1 2 3 4 5 6 7. അപ്പം n 7 ആണ്. അപ്പം 7 × n സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത്, സിഗ്മ എക്സ് വൈ എത്രയാ, സിഗ്മ എക്സ് ഇൻറ്റു വൈ 625 മൈനസ് സിഗ്മ എക്സ് എത്രയാ 140 ഇൻറ്റു അടുത്തത് സിഗ്മ വൈ 270 ഡിവൈഡഡ് ബൈ, ഡിവിഷനിൽ ഒരുപാട് ആൾക്കാരുണ്ട്, റൂട്ടുണ്ട്, റൂട്ട് രണ്ടാമത്തെ റൂട്ട് n വീണ്ടും 7 സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 3500 മൈനസ് സിഗ്മ എക്സിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പം നിങ്ങൾ വെറുതെ സിഗ്മ എക്സ് സ്ക്വയർ എഴുതാൻ പാടില്ല. സിഗ്മ എക്സ് എത്രയാ 140 ഹോൾ സ്ക്വയർ ആണ്, 140 ഹോൾ സ്ക്വയർ ഇൻറ്റു n വീണ്ടും 7, വൈ സ്ക്വയർ കുറച്ച് വലുതാണ് 13350 ആണ്, മൈനസ് സിഗ്മ വൈ എത്രയാണ് 3500, സോറി സിഗ്മ വൈ 270 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ചെയ്താൽ പോരെ, ഇനി നമുക്ക് ചെയ്യാം. 7 × 6825 എത്ര കിട്ടി, 47,775 കിട്ടി, മൈനസ് 140 × 270 37,800 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ റൂട്ടിലുള്ളതെല്ലാം നമുക്ക് അങ്ങ് സിംപ്ലിഫൈ ചെയ്യാം ഒരുമിച്ച് അങ്ങ് സിംപ്ലിഫൈ ചെയ്യാം. 7 × 3500 × 7 എന്ന് പറയുന്നത് 24,500 ആണേ മക്കളെ, ശ്രദ്ധിച്ചോ. അത് കഴിഞ്ഞിട്ട് 140 ടോട്ടൽ, യെസ് 140 × 140 19,600. ഇനി അത് മൈനസ് ചെയ്യേണ്ടത് നമുക്ക്, അപ്പോൾ 24,500 മൈനസ് 19,600 നമുക്ക് 4,900 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എന്തിനാ റൂട്ടൊക്കെ എടുക്കണം, അതിൻ്റെ ആവശ്യമാണ്, നമുക്ക് ചെയ്യാം, പതിയെ ചെയ്യാം, ഒരു വെപ്രാളവും പ്രശ്നമൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ ഇനി 7 × 13,350 93,000 അല്ലല്ലോടാ, 93,450. ഓക്കെ, 93,450. ഇനി നമ്മൾ ചെയ്യേണ്ടത് 270 സ്ക്വയർ ആണ്, 270 × 270 72,900 മൈനസ് ചെയ്യണം. ഇത് മൈനസ് ചെയ്ത ആൻസർ കിട്ടി, ഇത് നമ്മൾ മൈനസ് ചെയ്യണം. 93,450 മൈനസ് 72900 20,550 എന്ന് കിട്ടും റൂട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് 47,775 അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, 37,800 മൈനസ് ചെയ്യണം. എത്ര കിട്ടും, 9,975 കിട്ടും. ഇനി ചെയ്യേണ്ടത് 2 റൂട്ടും എടുക്കണം. അപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണ് കേട്ടോ, മിസ്സിൻ്റെ ഫോണിൽ അത് മിസ് വേറെ ആക്കണം, അതുകൊണ്ടാണ് ആക്കിയത്. റൂട്ട് ഓഫ് 4900 എത്ര കിട്ടി, ഒരു നോട്ടുണ്ടടാ 70 ഇൻറ്റു അടുത്ത റൂട്ട് എത്രയാണ്, അയ്യോ ഇത്ര വലിയ റൂട്ടൊക്കെ വന്നു അല്ലേ, വലിയ നമ്പേഴ്സ് ആയതുകൊണ്ടാണ്. എപ്പോഴും അങ്ങനെ വലിയ നമ്പേഴ്സ് കിട്ടണമെന്നില്ല കേട്ടോ, ചെറിയ നമ്പേഴ്സ് ആയാലും മതിയോ. 143.3. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. യെസ്, 70 × 143.3 975 ഡിവൈഡ് ബൈ 1031 കിട്ടും. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഇനി ഡിവൈഡ് ചെയ്താൽ മതി. 9975 നമുക്ക് മനസ്സിലായി, കിട്ടുന്ന ആൻസർ എന്തായാലും ഒന്നിനേക്കാൾ കുറവായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ചെയ്ത് ശരിയാണ്. 31 എത്ര കിട്ടും, 0.99 എന്ന് കിട്ടും. അപ്പോൾ ഇത് സ്ട്രോങ് കോറിലേഷൻ ആണ്, 1നോട് വളരെ അടുത്തൊരു നമ്പർ ആയതുകൊണ്ട് ഇത് ഭയങ്കര ഒരു പെർഫെക്റ്റ് ആവാനായിട്ട് ഇനി ഒരു ജസ്റ്റ് മിസ്സും കൂടെ ഉള്ളു അല്ലേ. അതുകൊണ്ട് പോസിറ്റീവ് കോറിലേഷൻ ആണ്. സ്ട്രോങ് പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്ത് പറയാം, സ്ട്രോങ് പോസിറ്റീവ്
പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇങ്ങനെയാണ് കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് വലിയ നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും ഇത്ര നമ്പേഴ്സ് തരണമെന്നില്ല, കുഞ്ഞു നമ്പേഴ്സ് ആയിരിക്കും. ഈ ചാപ്റ്ററിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ റാങ്ക് കോറിലേഷൻ ആണ് കേട്ടോ. ഇനിയുള്ള ചാപ്റ്റർ ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് നമ്പറിലൂടെ മാത്രമേ നമുക്ക് ഇനി പ്രോബ്ലംസ് ഉള്ളൂ, സൂചകാംഗങ്ങൾ. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 2 ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്ന്, സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ഭയങ്കര സിമ്പിൾ ആണ്. എന്താ ഇക്വേഷൻ? സിഗ്മ P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയർ പ്രൈസ് ആണ്, അത് 2015 ആണ്. ബേസ് ഇയർ പ്രൈസ് P0 അത് 2005 ആണ്. ഇനി 2015 ടോട്ടൽ എടുക്കാം. അതാണ് സിഗ്മ P1 30 + 40 + 25 + 80 + 55 എത്ര കിട്ടും? 230 എന്ന് കിട്ടും. ഇനി P0യുടെ ടോട്ടൽ 20 + 30 + 20 + 60 + 25 155. ഇനി 230 ഡിവൈഡഡ് ബൈ 155 ഇൻറ്റു 100, 230 ഡിവൈഡ് ബൈ 155 1.48. 1.48 ഇൻറ്റു 100 എന്ന് പറയുന്നത് 148. ഇനി നിങ്ങൾ 1.48 കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ 148 പോയിന്റ് എന്ന് പറഞ്ഞ് കിട്ടും. അത് തെറ്റായിട്ടുള്ള ആൻസർ അല്ല, അത് ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. മിസ് ഇവിടെ പറഞ്ഞത് 230 ഡിവൈഡഡ് ബൈ 155 1.483. ആ 3 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 148.3 കിട്ടും. ഇനിയിപ്പോൾ 1.48 മാത്രം എടുക്കുന്ന ആൾക്കാണെങ്കിൽ 148 കിട്ടും. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. 0 കഴിഞ്ഞ് 2 സ്ഥാനം എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം, 3 എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ? സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇക്വേഷൻ എന്താണ്? സിഗ്മ P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100 ആണ്. P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസിന്റെ ടോട്ടൽ 230 കിട്ടി. ഇനി P0 എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസിന്റെ ടോട്ടൽ 155 കിട്ടി. സിമ്പിൾ. ഇനി ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പ്രൈസ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുക. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡാണ്. ലാസ്റ്റ് പെയേഴ്സിന്റെയും പാക്കേയുടെയും എന്ത് കൺസ്ട്രക്ട് ചെയ്യുക? പ്രൈസ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ പാഷന്റെയും ലാസ്റ്റ് പെയേഴ്സിന്റെയും കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ലാസ്റ്റ് പെയേഴ്സിൻ്റെതിലാണോ പാഷൻ്റെതിലാണോ ബേസ് ഇയർ ക്വാണ്ടിറ്റി വരുന്നത്. അപ്പം പഠിച്ചു വെക്കുക, ലാസ്റ്റ് പെയേഴ്സ് ബേസ് ഇയേഴ്സ്. എന്താണ് ലാസ്റ്റ് പെയേഴ്സ് ബേസ് ഇയേഴ്സ്? ലാസ്റ്റ് പെയേഴ്സ് ബേസ് ഇയേഴ്സ്. ലാസ്റ്റ് പെയർ ആണ് ബേസ് ഇയർ ക്വാണ്ടിറ്റി Q0യിലുള്ളത്. ഇനി പാഷൻ എന്തായിരിക്കും? അപ്പോൾ കറണ്ട് ഇയർ ആയിരിക്കും, Q1 ആയിരിക്കും. അങ്ങനെ നമ്മൾക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും ഓർത്ത് വയ്ക്കാനായിട്ട്. കണ്ടോ, ഇവിടെ ഇക്വേഷൻ ലാസ്റ്റ് പെയേഴ്സിന്റെ ആയതുകൊണ്ട് ഫസ്റ്റ് ലാസ്റ്റ് പെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് Q0 ലാസ്റ്റ് പെയേഴ്സ് ബേസ് ഇയേഴ്സ് ആണ്. സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഇവിടെ മിസ് P1 Q0യും P0 Q0യും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രണ്ടും Q0 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്? ബിക്കോസ് Q1 ഇവിടെ ആവശ്യമില്ല, ഇത് ലാസ്റ്റ് പെയർ ആണ്. ഇവിടെ ബേസ് ഇയർ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ആദ്യം നോക്കിക്കേ, P1 ഇൻറ്റു Q0 ചെയ്തു. അതായത് 90 ഇൻറ്റു 15, 54 ഇൻറ്റു 12, 100 ഇൻറ്റു 10, 21 ഇൻറ്റു 8, 40 ഇൻറ്റു 7 ചെയ്തിട്ട് ഇത് ഇത്രയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ P0 ഇൻറ്റു Q0 ചെയ്തു. 6 ഇൻറ്റു 90 540, 9 ഇൻറ്റു 54 486 ഇതും കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ എടുക്കാം. 1350 പ്ലസ് 648 പ്ലസ് 1000 പ്ലസ് 168 പ്ലസ് 280 എത്ര കിട്ടും? 3446 കിട്ടും. ഇനി P0 Q0 ടോട്ടൽ വേണം. 540 പ്ലസ് 486 പ്ലസ് 400 പ്ലസ് 63 പ്ലസ് 160 എത്ര കിട്ടും? 1649 എന്ന് കിട്ടും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്താലോ? ഡിവൈഡ് ചെയ്യാം. 3446 ഡിവൈഡ് ബൈ 1649 ഇൻറ്റു 100. 3446 ഡിവൈഡഡ് ബൈ 1649 2.089 2.089 ഇൻറ്റു 100 208.9 എന്ന് കിട്ടും. ഭയങ്കര സിമ്പിൾ ആണ്. എല്ലാം കറക്റ്റ് അല്ലേ? നിങ്ങൾ ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റ് വിട്ടുപോയാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യൂടാ? തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടിയില്ലേ? ഇനി നമുക്ക് പാഷൻ്റെ ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ. പാഷൻ എന്ന് പറയുന്നത് Q1 ആണ്. അപ്പോൾ P1 ഇൻറ്റു Q1 ചെയ്യുക, P0 ഇൻറ്റു Q1 ചെയ്യുക. അങ്ങനെ ഞാൻ P1 Q1ഉം P0 Q1ഉം കണ്ടുപിടിച്ചു. ഇങ്ങനെ ടോട്ടൽ എടുക്കാം. 2250 പ്ലസ് 1008 പ്ലസ് 3000 പ്ലസ് 640 പ്ലസ് 392.
7290 എന്ന് കിട്ടും. താരം എഴുതാട്ടോ, 7290 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 900 പ്ലസ് 756 പ്ലസ് 1200 പ്ലസ് 240 പ്ലസ് 224 3320 ഇൻറ്റു 100 നമുക്ക് എഴുതാം. 7290 ഡിവൈഡഡ് ബൈ 3320 2195 ഇൻറ്റു 100 219.5 എന്ന് കിട്ടും ആൻസർ. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ രണ്ട് മെത്തേഡും ചെയ്യുന്ന സമയത്ത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയും കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയും വെച്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്യണം. ഈ ലാസ്റ്റ് കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഓടാൻ നിൽക്കരുത്. അതൊക്കെ ശരിയാണോ, അത് കണക്ക് ചെയ്ത് ശരിയാണോ നോക്കുക. ഒരൊറ്റ തെറ്റ് പറ്റി കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റ് പറ്റൂ കേട്ടോ. അപ്പം കണക്കുകളൊക്കെ ശരിയാണോ, ഞാൻ ചെയ്തത് ശരിയാണോ റീചെക്ക് ചെയ്യുക. അപ്പം മിസ് ആഡ് ചെയ്ത് നോക്കുകയാണ് ചെയ്ത് ശരിയാണോ എന്നുള്ളത്. കാരണം നമുക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നല്ല രീതിയിൽ നമുക്ക് അവിടുന്ന് മാർക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ കറക്റ്റാണ് മിസ് ചെയ്തത്. 219.5 ആണ്. മിസ് പറഞ്ഞ പോലെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം എടുക്കുവാണെങ്കിൽ 219 ആൻസർ കിട്ടുക. 3 സ്ഥാനം എടുത്തുകൊണ്ടാണ് 219.5 കിട്ടിയത് എനിക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എക്കണോമിക്സിൽ, അതായത് സ്റ്റാറ്റിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മോഡൽ എക്സാം അടിപൊളിയായിട്ട് പഠിക്കാനുള്ള സമയമാണ്. അതിനുവേണ്ടി മിസ്സിൻ്റെ വക ഇതാ ഒരു ഓൾ ദ ബെസ്റ്റ്ടാ. അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഇന്ന് വൈകുന്നേരം സൂപ്പർ 30യിലും നാളെ കൃത്യം 7:30ക്കുള്ള മെഗാ മാരത്തോണിലൊക്കെ വന്ന് പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.